ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ നിർണായക വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന്. തണ്ണീർമുക്കം ബണ്ടിൽ അസ്ഥി കഷ്ണങ്ങൾ ഉപേക്ഷിച്ചെന്ന് സെബാസ്റ്റ്യന്റെ മൊഴി. സെബാസ്റ്റിനെ തണ്ണീർമുക്കം ബണ്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. എസ് ശരത്തുണ്ട് വിശദാംശങ്ങളുമായി. ശരത്ത്, നിർണായക കണ്ടെത്തലിലേക്ക് എത്തുകയാണ്. ഒടുവിൽ കൊലപാതകം എങ്ങനെയാണ് നടത്തിയെന്നുള്ള കാര്യം സെബാസ്റ്റ്യൻ സമ്മതിച്ചിട്ടുണ്ടോ? ഉടൻ തന്നെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുമോ സെബാസ്റ്റിനെ? ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതായത് കൊലപാതകം നടത്തിയെന്ന് മാത്രമല്ല, എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയത്, എവിടെയാണ് കൊലപാതക ശേഷം മൃതദേഹം ഉപേക്ഷിച്ചതെന്നടക്കമുള്ള വിവരങ്ങൾ ഇപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളത്. അതായത് ഈ കൊലപാതകം നടത്തിയത് ഈ സെബാസ്റ്റ്യന്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ വെച്ചാണ്. പിന്നീട് വീട്ടുപറമ്പിൽ ഇത് കുഴിച്ചിട്ട് സംസ്കരിച്ചു. അതിനുശേഷം മാസങ്ങൾക്ക് ശേഷം മൃതദേഹം അസ്ഥി കഷ്ണങ്ങളായ ശേഷം, അതായത് സംസ്കരിച്ച ശേഷം അസ്ഥി കഷ്ണങ്ങൾ പുറത്തെടുത്ത് പിന്നീട് അത് കത്തിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഈ അവശിഷ്ടങ്ങൾ തണ്ണീർമുക്കം ബണ്ടിൽ കൊണ്ടുചെന്ന് ഉപേക്ഷിച്ചു എന്നുള്ള സെബാസ്റ്റ്യന്റെ മൊഴി. അതായത് ഈ തണ്ണീർമുക്കം ബണ്ടിൽ ഉപേക്ഷിച്ചാൽ പിന്നീട് യാതൊരു തെളിവും ക്രൈംബ്രാഞ്ചിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ തണ്ണീർമുക്കം ബണ്ടിൽ ഇത് ഉപേക്ഷിച്ച് തെളിവ് നശിപ്പിക്കുകയാണ് സെബാസ്റ്റ്യൻ ചെയ്തത്. ഇതിന് പുറമെ മറ്റെവിടെയെങ്കിലും ഈ മൃതദേഹ അസ്ഥി കഷ്ണങ്ങൾ ഉപേക്ഷിച്ചിട്ടോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സെബാസ്റ്റ്യനെ പള്ളിപ്പുറത്തെ വീട്ടിലെത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തുന്നത്. അല്പസമയത്തിനകം ഇവിടുത്തെ തെളിവെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം നേരെ തണ്ണീർമുക്കം ബണ്ടിലേക്ക് സെബാസ്റ്റ്യനെ കൊണ്ടുപോകും. അവിടെ എത്തിച്ചും സെബാസ്റ്റ്യന്റെ തെളിവെടുപ്പ് നടപടികൾ നടത്തുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്ന് രണ്ട് സ്ഥലങ്ങളിലാണ് പ്രധാനമായും തെളിവെടുപ്പ് നടപടികൾ നടത്താൻ വേണ്ടി അന്വേഷണ സംഘം ലക്ഷ്യം വെച്ചിട്ടുള്ളത്. ഒന്ന് പള്ളിപ്പുറത്തെ സെബാസ്റ്റ്യന്റെ വീട്ടിൽ, ഈ വീട്ടുപറമ്പിൽ വെച്ചാണ് സെബാസ്റ്റ്യൻ ബിന്ദു പത്മനാഭനെ കൊലപ്പെടുത്തിയ ശേഷം സെബാസ്റ്റ്യന്റെ തണ്ണീർമുക്ക പള്ളിപ്പറമ്പിലെ വീട്ടിലും അസ്ഥി കഷ്ണങ്ങൾ നേരത്തെ കത്തിക്കരിഞ്ഞ അസ്ഥി കഷ്ണങ്ങളും ഭാഗങ്ങളും ഒക്കെ പോലീസ് കണ്ടെത്തിയിരുന്നല്ലോ. അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം ഇതിനോടകം വന്നിട്ടുണ്ട്. അതായത് ബിന്ദു പത്മനാഭൻ തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തണ്ണീർമുക്കത്താണ് ഈ അസ്ഥി കഷ്ണങ്ങൾ ഉപേക്ഷിച്ചതെന്ന് പറയുമ്പോഴും അത്തരത്തിലുള്ള ശാസ്ത്രീയ പരിശോധനകൾ നേരത്തെ ലഭ്യമായിരുന്നതല്ലേ ഈ വീട്ടിൽ നിന്നും കണ്ടെത്തിയ അസ്ഥി കഷ്ണങ്ങളുടേത്? നേരത്തെ വീട്ടിൽ നിന്ന് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയെങ്കിലും അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം DNA ഫലം ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന് പ്രധാന പ്രതിസന്ധി ഇത് കത്തിച്ച ശേഷമാണ് കുഴിച്ചിട്ടത് എന്നുള്ളതാണ്. അതുമാത്രമല്ല കാലപ്പഴക്കമുള്ള അസ്ഥി കഷ്ണങ്ങളാണ്. അതുകൊണ്ട് തന്നെ കത്തിച്ചത് കൂടി തന്നെ ഇതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം അത്ര എളുപ്പം കണ്ടെത്താൻ സാധിക്കുന്നില്ല. നിലവിൽ ഇതിന് പരിശോധന തിരുവനന്തപുരത്താണ് പരിശോധനയ്ക്കായി അയച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ നടന്നില്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട DNA പരിശോധന നടത്തുന്ന സ്ഥലത്തേക്ക് അയക്കേണ്ടി വരുമെന്നുള്ളതാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. അന്ന് കിട്ടിയ അസ്ഥി കഷ്ണവും അത് ഇപ്പോഴും ജൈനമ്മയുടേതോ അല്ലെങ്കിൽ ഐഷയുടേതോ എന്ന് മാത്രം പറയാൻ സാധിക്കില്ല. അത് ഒരുപക്ഷെ എല്ലാവരുടെയും അസ്ഥി കഷ്ണങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ചതാകാം എന്ന സംശയമുണ്ട്. കാരണം സെബാസ്റ്റ്യന്റെ ഒരു രീതി ഈ കൊലപാതകം നടത്തുന്നു, പിന്നീട് മൃതദേഹങ്ങൾ കഷ്ണങ്ങളാക്കി മുറിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇത് വീട്ടുവളപ്പിലെ പറമ്പിൽ കുഴിച്ചിടും. അതിനുശേഷം സംസ്കരിച്ച ശേഷം അസ്ഥി കഷ്ണങ്ങൾ വീണ്ടും പുറത്തെടുത്ത് കത്തിക്കും. അത് പിന്നീട് വിവിധയിടങ്ങളിലായി ഉപേക്ഷിക്കാറാണ് പതിവ്. അങ്ങനെ മുറിച്ചിട്ട അസ്ഥി കഷ്ണങ്ങളിൽ എല്ലാം കൂടെ വളപ്പിൽ ഉപേക്ഷിച്ചു എന്ന സംശയമുണ്ട്. എന്തായാലും ബിന്ദുവിന്റെ അസ്ഥി കഷ്ണം ഈ തണ്ണീർമുക്കത്ത് ഉപേക്ഷിച്ചു എന്ന മൊഴി സെബാസ്റ്റ്യൻ അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുണ്ട്. ബിന്ദു പത്മനാഭൻ കൊലപാതക കേസിൽ നിർണായക വിവരങ്ങളാണ് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിരിക്കുന്നത്. സെബാസ്റ്റ്യനെ അല്പസമയത്തിനകം തന്നെ തണ്ണീർമുക്കത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തും.